അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മലയാളത്തിനും ഔദ്യോഗിക അംഗീകാരം. ന്യൂയോർക്കിലെ നാസ കൌണ്ടിയിലാണ് ഇംഗ്ലീഷിനും സ്പാനിഷിനുമൊപ്പം ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് അറിയിപ്പുകൾ മലയാളത്തിലും ലഭ്യമാക്കിയത്. മനേഷ് ചുരക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മലയാളത്തിനും ഔദ്യോഗിക അംഗീകാരം. ന്യൂയോർക്കിലെ നാസ കൌണ്ടിയിലാണ് ഇംഗ്ലീഷിനും സ്പാനിഷിനുമൊപ്പം ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് അറിയിപ്പുകൾ മലയാളത്തിലും ലഭ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം വോട്ടർമാർക്ക് ലഭിച്ച ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് മെയിലുകളാണ് വോട്ടിംഗ് സ്ഥലം, ഏർലി വോട്ടിംഗ് വിവരങ്ങൾ തുടങ്ങിയവ കൃത്യമായി മലയാളത്തിൽ നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഫെഡറൽ വോട്ടിംഗ് അവകാശ നിയമത്തിലെ സെക്ഷൻ 203 പ്രകാരമാണ് ഈ മാറ്റം. ഇവിടെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 4 ഭാഷകളിലാണ് അത് കണ്ടത്. ഒന്ന് ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ്, അത് കഴിഞ്ഞ് നമ്മുടെ മലയാളം. അത് വളരെയധികം കൗതുകം തോന്നി. എന്തുകൊണ്ട് മലയാളം മാത്രം അവർ തിരഞ്ഞെടുത്തു? ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം കുറഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാതൃഭാഷയിൽ വോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കണമെന്ന US സെൻസസ് ബ്യൂറോയുടെ നിയമമാണ് ഇതിന് കാരണമായത്. ഫെഡറൽ ഗവൺമെന്റ് ഇലക്ഷൻ ആക്ട് 203 പ്രകാരം ഇങ്ങനെയൊരു ചേഞ്ച് വന്നതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. നാസ കൗണ്ടിൽ താമസിക്കുന്ന മലയാളികളിൽ 2500ഓളം പേർക്ക് ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം കുറവാണെന്ന കണ്ടെത്തലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മലയാള ഭാഷ കൂടി ഉൾപ്പെടുത്താൻ നിർണായകമായത്. ഇതോടെ സാമ്പിൾ ബാലറ്റുകളും പോളിംഗ് ബൂത്തിലെ നിർദ്ദേശങ്ങളും വോട്ടർമാർക്കുള്ള ഭാഷാ സഹായവും ഇനി മലയാളത്തിൽ ലഭിക്കും. അമേരിക്കൻ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ലഭിച്ച ഈ ഫെഡറൽ അംഗീകാരം മലയാളി പ്രവാസി സമൂഹത്തിന് വലിയ അഭിമാനമാണ് നൽകുന്നത്. മനേഷ് ചുരക്കൽ, 24 USA. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.